അഡോളസൻസ് സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും ചേർന്നൊരുക്കി ഫിലിപ്പ് ബെറന്റിനി സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഈ ക്രൈം ഡ്രാമ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. വളരെ അസാധാരണമായിട്ടുള്ള ഒരു അറസ്റ്റോട് കൂടിയാണ് ഈ സീരീസ് ആരംഭിക്കുന്നത്. ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, എന്താണ് ആ ക്രൈം, ആരാണ് വിക്ടിം, ശരിക്കും പ്രതി ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ സീരീസ് തരുന്നത്. ഒറ്റ വാക്കിൽ ഒരു മസ്റ്റ് വാച്ച് കിഡിലൻ പവർഫുൾ ഐറ്റം എന്ന് പറയാം. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സീരീസ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ, കുട്ടികൾ, മറ്റുള്ളവർ അങ്ങനെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണെന്ന് ഞാൻ പറയും. എന്നാൽ അത്യാവശ്യം ഡിസ്റ്റർബിങ്ങും ആണ് എന്നുള്ളത് പറയാതെ വയ്യ. എനിക്ക് തന്നെ പേടി തോന്നി ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സീരീസ് സംസാരിക്കുന്നത്. സോ മനുഷ്യരുടെ മനഃശാസ്ത്രത്തിന്റെ വളരെ ഡീപ്പായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വശം കൂടി കാണിക്കുന്ന ഒരു സീരീസ് ആണിത്. അതുപോലെ സോഷ്യൽ മീഡിയ വരുത്തുന്ന ഇൻഫ്ലുവൻസ് എത്ര ഭീകരമാണെന്ന്, അതും കൗമാരക്കാരുടെ ഇടയിൽ. ഇതിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡിൽ കുറച്ച് ഇമോജികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ 90s 80s കിഡ്സ് ഒക്കെ അവർ മിക്കവരും എനിക്ക് തോന്നുന്നു വളരെ നിഷ്കൂസാണെന്ന്. നമ്മൾ ചുമ്മാ ഓരോ പോസ്റ്റിൽ പോയി ലൈക്കും കമന്റും അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സും ഒക്കെ ഇടാറുണ്ടല്ലോ. ഇപ്പോൾ ചില സ്മൈലീസ്, ഇമോജീസ്, റിയാക്ഷനും ഒക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാറുണ്ട്, സത്യമാണ്. പക്ഷെ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു മറുവശം അതിനുണ്ട് എന്നുള്ളത് ഈ സീരീസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുമെന്ന് പറയാം. കിഡിലൻ പെർഫോമൻസുകളും ഗംഭീര മേക്കിങ്ങും സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ റൈറ്റിംഗ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെത് ഓരോ എപ്പിസോഡും സിംഗിൾ ഷോട്ട്, അതും ഹാൻഡ് ഹെൽഡ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോന്നും 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ അടുത്ത ലെങ്ത് ഉള്ള എപ്പിസോഡുകളാണ്. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പേഴ്സണലി ഞാൻ ഈ സിംഗിൾ ഷോട്ട് സിനിമകളുടെ ഒന്നും ആരാധകനല്ല. എനിക്ക് അങ്ങനെ വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു ഫോഴ്സ്ഡ് ഫീൽ വരാറുള്ളത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കഥ പറയുന്ന രീതിയേക്കാൾ കുറച്ചുകൂടി നമ്മൾ കൂടുതലും ആ ഒരു മേക്കിങ്ങിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയില്ല. നമ്മൾ കംപ്ലീറ്റ്ലി കഥയിലാണ് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ കഥയിൽ മുഴുകിയിരിക്കുകയാണ്. ക്യാമറ സിംഗിൾ ഷോട്ട്സ് ഒക്കെയാണ്, ബട്ട് അതൊക്കെ നമ്മൾ മറന്നുപോകും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണം സിംഗിൾ ഷോട്ട് എടുക്കാൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് ഇമോഷണൽ ആയിട്ട് നമ്മളെ നന്നായിട്ട് കണക്ട് ആക്കുന്നുണ്ട് എന്നുള്ളതും സീരീസിന്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. പെർഫോമൻസിൽ ചൈൽഡ് ആക്ടർ ഓവൻ കൂപ്പർ, എൻ്റെ മോനെ നീ മുത്താണ്. പയ്യന്റെ ആദ്യത്തെ സ്ക്രീൻ അപ്പിയറൻസ് ആണ് കേട്ടോ. ഇത്രയും കിടു പെർഫോമൻസ് ആദ്യത്തെ ക്യാമറയ്ക്ക് മുമ്പുള്ള അഭിനയത്തിൽ തന്നെ കാഴ്ചവെച്ചു എന്നുള്ളത് അന്യായമാണ്. ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഗംഭീര ബാലതാരമായിരുന്നു അദ്ദേഹം. ഇവൻ അതും അല്ലെങ്കിൽ അതുക്ക് മേലെയും വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. അതൊരു 14-15 വയസ്സുള്ള ഒരു പയ്യൻ ഇത്രയും ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ ഉഫ്. പിന്നെ കുട്ടിയുടെ അച്ഛനായിട്ട് വന്ന സ്റ്റീഫൻ ഗ്രഹാമിന്റെ ഒരു പീക്ക് പെർഫോമൻസും സീരീസിലുണ്ട്. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളി ഇതിന്റെ ക്രിയേറ്റേഴ്സിൽ ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ കൗൺസിലർ ആയിട്ട് വന്ന നടി എറിൻ, അതുപോലെ അമ്മയായിട്ട് വന്ന ഫയ മേഴ്സെ, എല്ലാവരും പൊളി പെർഫോമൻസ് ആണ്. പോലീസുകാര്. ഇതിന്റെ 3ാമത്തെ എപ്പിസോഡിൽ പയ്യന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. എൻ്റെ അമ്മോ, ഈ മൈൻഡ് ഹണ്ടർ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എനിക്ക് അത് ഓർമ്മ വന്നു. അതിലെ ചില സീൻസ് ഓർമ്മ വന്നു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഓരോ എപ്പിസോഡും ഒറ്റ ഷോട്ടിൽ എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ക്യാമറയും ആൾക്കാരുടെ റിഹേഴ്സലും ഒക്കെ എന്തോരം ടഫ് ആയിരിക്കും എന്നുള്ളത്. സോ ഇതിലെ ചില ടെക്നീഷ്യൻസ് ഒക്കെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ചില സീൻസിൽ വരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കാനായിട്ട് പാടായിരിക്കും, ഇങ്ങനെ ക്യാമറ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ BGM, എഡിറ്റിംഗ് ഒക്കെ ടോപ്പ് നോച്ച് ആണ്. എഡിറ്റർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരിക്കും തോന്നുന്നു, കാരണം അധികം കട്ട്സ് വരുന്നില്ലല്ലോ, സിംഗിൾ ഷോട്ട് ആണല്ലോ. സീരീസ് കുറച്ച് സ്ലോ ആണ്, ഭയങ്കര ഫാസ്റ്റ് പേസ് ഒന്നുമല്ല. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാം. അത്യാവശ്യം നല്ല ഡ്രാമയാണ് കേട്ടോ. സോ മാസ് ഓഡിയൻസിന് അത്രയ്ക്ക് സൂഹിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മിക്കവരെയും തൃപ്തിപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുക്കത്തിൽ ഇതൊരു മസ്റ്റ് വാച്ച് സീരീസ് ആണെന്ന് ഞാൻ പറയും. എക്സലന്റ് ആണ്. ബ്രേക്കിംഗ് ദ നോംസ് എന്നൊക്കെ പറയാവുന്ന ഒരു ഐറ്റം ആണ്. എല്ലാ കൺവെൻഷണൽ മേക്കിംഗ് സ്റ്റൈലുകളെയും ഒന്ന് പൊളിച്ചെടുക്കുന്ന സാധനം. അപ്പോൾ മിസ് ചെയ്യരുത്, ധൈര്യമായിട്ട് കാണുക. നെറ്റ്ഫ്ലിക്സിൽ ആണ് സീരീസ് ഉള്ളത്. ആകെ 4 എപ്പിസോഡേ ഉള്ളൂ. 18+ കണ്ടന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് കാണാൻ പറ്റും. ഇംഗ്ലീഷിനൊപ്പം തമിഴ്, ഹിന്ദി, തെലുങ്ക് ഡബിങ്ങും അവൈലബിൾ ആണ്. മലയാളം ഡബിങ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.